പറഞ്ഞു കേട്ടോ. അപ്പൊ അവര് വിളിക്കായിരിക്കും കുറെ നേരെ. കണ്ടോ പ്രഷ്യസ് മാംഗോ, ഇതുണ്ടോ ജസ്റ്റ് പ്രഷ്യസ് മാംഗോ കൊള്ളാല്ലേ. ഇത് ചതയാതിരിക്കാൻ വേണ്ടിട്ടേ ഇമ്പോർട്ട് ചെയ്ത് വന്ന മാങ്ങായ. കൊള്ളാം അല്ലേ? എന്തെങ്കിലും പറയാം ഇപ്പം തണുക്കുന്നതാ തണുക്കുന്ന. ആദ്യത്തെ നിന്റെ പേരെന്നായിരുന്നു? ഇതന്നെ മൽഗോവയാണോ? അല്ല, നീലനും മാലനൊന്നും ഇങ്ങനെ ഈ സാധനം എനിക്കെന്നെ അറിയത്തില്ലേ. അറിയോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഉണ്ട് ചോദിച്ചാ ഞാനിപ്പോ ചത്താൻ തുടങ്ങിയപ്പോ ഞാൻ ചത്തിക്കോളാന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് പോയതല്ലേ. അതുകൊണ്ടല്ലേ ഈ സാധനം എടുത്തു വെച്ച്. ഞാൻ മറ്റേ നല്ല മാങ്ങ എത്താന്നല്ലേ പറഞ്ഞത്. ഈ മാങ്ങയ്ക്ക് എന്നാ കുഴപ്പം? ഇതിന് കുഴപ്പമൊന്നുമില്ല. മറ്റേത് ഇച്ചിരി ഭയങ്കര വില, ഇച്ചിരി വില കൂടുതലായിട്ട് വെറുതെ ഇരുന്ന് പോണ്ടല്ലോ എന്ന് വിചാരിച്ചു. ചെറുതായിരിക്കുമ്പോ എന്റെ വലിയ ആഗ്രഹം വലുതാകുമ്പോ ഒരു വലിയ മാങ്ങ വാങ്ങിച്ച് ഒറ്റയ്ക്ക് മുറിച്ച് തിന്നണോ. ഞാൻ തിന്നിട്ടുണ്ട്. അത് ഞാൻ നമ്മള് ചെറുതായിരിക്കുമ്പോ എല്ലാം നമ്മുടെ വീട്ടിലെല്ലാം മുറിച്ച് ഷെയർ ചെയ്ത് അങ്ങനല്ലേ. അപ്പൊ ഒരു ആഗ്രഹം. എന്തുവാ എനിക്കിപ്പോ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ല. നോക്കിയേ, ഈ മാങ്ങയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അണ്ടിക്ക് വലിപ്പം തീരെ കട്ടി കുറവാണ്. ഉണ്ടോ? നല്ല പഴുത്ത നല്ല ടേസ്റ്റുള്ള മാങ്ങ. പക്ഷെ ഇത് വലിയ പച്ച ചനച്ച് വരുന്നേ ഉള്ളൂ. ജസ്റ്റിക്ക് പച്ചമാങ്ങ ഇഷ്ടമായിട്ട് വാങ്ങിച്ചതേ ഉള്ളൂ. കണ്ടോ? പച്ചമാങ്ങ ഒഴിക്കും. അടഞ്ഞു പോയ കണ്ടിനി എങ്ങനെ മറക്കും? പുളിയൊന്നും ഇല്ല, ചുമ്മാ ജസ്റ്റ് ആക്കാൻ വേണ്ടിട്ട്. എന്റെ പൊന്ന് മനുഷ്യനെ, ഈ സാധനം ഞാൻ കൈ പിടിച്ചിട്ട് വിളിച്ചാ വിളി കേക്കാവോ? നമ്മുടെ ഐതിഹ്യം അങ്ങനെയാണ്, കേക്കരുത്. അണ്ടിക്ക് കൂട്ട് കൊണ്ടുവരില്ല, നിന്ന് നിപ്പി പോണം. അപ്പൊ അണ്ടിക്ക് കൂട്ട് വെക്കോ, അണ്ണന്റെ മൂത്രം കാച്ചു കുടിച്ചോ, എന്റെ മൂത്രം കാച്ചാതെ കുടിച്ചോ. അങ്ങനെയാണ് ആ കവിത. എന്റെ ജസ്റ്റ് ഈ വീഡിയോ ഒന്നും ഞാൻ ഇട്ടില്ലേ, ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിക്കുവാണേ, ലിറ്റി അതന്നെ ഞങ്ങൾ ആരും കേട്ടിട്ടില്ലല്ലോ. പിന്നെ വേറെ കുറെ ടീംസ് എന്നെ 20 കിഡ്സിന് ഇത് അറിയാൻ മേലെന്നൊക്കെ പറഞ്ഞ്. എന്റെ 20 കിഡ്സേ, നിങ്ങളോട് ഞാൻ ഞങ്ങളൊക്കെ ചെറുപ്പത്തില്, ഞങ്ങളുടെ മമ്മിമാരുടെ ചെറുപ്പം തൊട്ട് അവർ കളിച്ചിരിക്കുന്നത്. നമ്മുടെ മമ്മിമാരല്ലേ ഇത് പറഞ്ഞു തന്നോണ്ടിരുന്നേ. മീൻസ് അവരായിരിക്കുമല്ലോ മെയിനായിട്ട് നമ്മുടെ വീട്ടിൽ മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മമ്മിയായിരുന്നു ഞങ്ങളെ വിളിച്ച്. ജസ്റ്റിൻ പറഞ്ഞ ഞാനും പോയിട്ടില്ല. ഇനി ജസ്റ്റ് വെറുതെ നിൽക്കുമല്ലേ, അണ്ടിക്ക് കൂട്ട് വെക്കും. എനിക്കറിയാൻ പറ്റും, ഞങ്ങളൊക്കെ വീട്ടിൽ ഈ മാങ്ങയുടെ സീസൺ ആകുമ്പോ ഉണ്ടല്ലോ സ്ഥിരം പരിപാടിയാ. എന്നാലും ജസ്റ്റ് നോക്കിക്കൊണ്ട് അണ്ടിക്ക് കൂട്ടുവാൻ വിളി കേട്ടോ. ഭയങ്കര എന്റെ ജസ്റ്റിന് ഇത്ര ഒരു ലോലനായി പോയല്ലോ. എനിക്കറിയാം ഒത്തിരി ആൾക്കാരേക്ക് മെസ്സേജ് വിട്ടേക്കോണേ, അതെന്നാ ലിറ്റ് ഞങ്ങൾ അത് കേട്ടിട്ടില്ലല്ലോ എന്ന്. അപ്പൊ മാങ്ങ എത്തുമ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മാങ്ങ എത്തി മാങ്ങാണ്ടി എടുത്തിട്ട് ഇങ്ങനെ ആരെങ്കിലും നീട്ടി വിളിക്കും. ഫോർ എക്സാമ്പിൾ ജസ്റ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വിളി കേട്ടില്ലേ, എന്നിട്ട് പറയാം അണ്ടിക്ക് കൂട്ട് പൊക്കോ, അണ്ണന്റെ മൂത്രം കാച്ചിക്കൂടി, എന്റെ മൂത്രം കാച്ചാകൂടിന്ന്. എന്നിട്ട് ഈ മാങ്ങാണ്ടി എടുത്ത് റോറ്റേറ് വെച്ചു. അപ്പൊ അണ്ടിക്ക് അവര് കൂട്ട് പോകണം എന്നാണ് ഐതിഹ്യം. എറിയൊക്കെ ചെയ്യും. അല്ലാതെ വണ്ടി വിളിച്ചൊന്നും പോവൊന്നും വേണ്ട അണ്ടിക്ക് കൂട്ട്. ഞങ്ങളൊക്കെ ചെറുപ്പത്തില് മമ്മി നമ്മുടെ വീട്ടിൽ മാങ്ങ എത്തുമ്പോ ആരെന്തിനെങ്കിലും വീണിട്ട് വിളിച്ചാ പോലും വിളി വെക്കല. കാരണം മാങ്ങാണ്ടിക്ക് കൂട്ട് വിട്ടാലോ എന്ന് വിചാരിച്ചിട്ട്. എന്തൊരു അടിയായിരുന്നു. ഞങ്ങളൊക്കെ അതിൽ ഈ മാങ്ങാണ്ടി പാത്ത് വെക്കും. പിന്നെ കാരണം വിളിച്ചാ വിളി കേൾക്കിയല്ല. പിന്നെ മാങ്ങാച്ചത്തെല്ലാം കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ് വിളിച്ചിട്ട് ലിജോയെന്ന് വിളിച്ചിട്ട് വിളി കേൾക്കും. അപ്പം മാങ്ങാണ്ടി കൂട്ടും. പിന്നെ പൊരിഞ്ഞടിയാ. ഈ മാങ്ങാണ്ടി കാണാൻ എന്തോ ഒരു അടികൾ പൊട്ടിരിക്കുന്നു വീട്ടിൽ. ഇത് കണ്ടാ തോന്നും ടാക്സ് വിളിച്ചതിന് കൂട്ടു പോവാന്ന്. അപ്പൊ ഇതാണ് ഒരു കഥ. മാങ്ങ എത്തുമ്പോ ചുമ്മാ തമാശയ്ക്ക് ഒരു കളി കളിക്കുന്നതാണ് അണ്ടിക്ക് കൂട്ടുപോക്കും. വിളി കേൾക്കുന്നവരെ മിക്കപ്പോഴും മാങ്ങ എത്തുന്ന സമയത്ത് തെന്നി വീണെന്ന് പറഞ്ഞാൽ പോലും ഒരു മനുഷ്യര് നമ്മുടെ നോടെ വിളി കേൾക്കില്ല. രസം കേട്ടിട്ടില്ല ഇത്? ഞാൻ ആരോട് പറയാൻ, കേട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അണ്ടിക്ക് കൂട്ടു പോയിട്ടില്ല. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ മാങ്ങാ സീസൺ ആയ എന്റെ ലിനുവിന്റെ മെയിൻ ബ്രെഡിന് കൂട്ടുപോക്ക് തന്നെയായിരുന്നു. ഒരു ട്രാവൽ ഏജൻസി വരെ മാങ്ങ കൂട്ടുപോകാൻ വേണ്ടി ബുക്ക് ചെയ്താലോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. അത്രയും കൂട്ടുപോക്കായിരുന്നു. അപ്പൊ ഒത്തിരി പേര് ചോദിച്ചു ഞങ്ങൾക്ക് ഇത് അറിയാൻ മേലെന്നും പറഞ്ഞിട്ട്. എന്നാൽ എന്റെ പൊന്നു ജസ്റ്റ് മോനെ കീഴെ നിന്നിട്ട് അണ്ടിക്ക് കൂട്ടുപോകാൻ വിളി കേട്ട ജസ്റ്റിയൊക്കെ
അത്ര മധുരമൊന്നുമില്ല. നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ മമ്മിക്കായിരുന്നു മെയിൻ പരിപാടി. ഇത് മമ്മിയായിരുന്നല്ലോ മാങ്ങ എത്തുന്നത്. ഇപ്പൊ ഇത് കാണല്ലോ. പക്ഷെ കുറെ പേര് കമന്റ് ചെയ്തു കേട്ടോ, ഞങ്ങളുടെ ബാല്യത്തിലേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോയി ചേച്ചിയുടെ വീഡിയോ ഒന്ന്. മമ്മി മാങ്ങ എത്തിയിട്ട് മമ്മിക്ക് വല്ലതും പറ്റിയാൽ പോലും നമ്മൾ വിളിയേക്കാം. മമ്മിയുടെ മെയിൻ പരിപാടി ആയിരുന്നു. ഒരു പക്ഷെ അവരുടെ ചെറുപ്പത്തിൽ അവര് കളിച്ചായിരിക്കാം. അത് നമ്മുടെ ഇതിന് മണമുണ്ട് കേട്ടോ. ഇതെന്നാ കൊളംബിയായോ? ഞാൻ പക്ഷെ കൊളംബോന്ന് വിചാരിച്ചെടുത്തത്, പിന്നെ അത് കൊളംബിയാന്ന് കണ്ടത്. ശ്രീലങ്കൻ ഒരു മാങ്ങ ഇല്ല ഇങ്ങനത്തെ തന്നെ, ഇച്ചിരി വിലയുള്ള, നല്ല വിലയുള്ള മാങ്ങയാ. നമ്മൾ അറിയണമല്ലോ ഇതിനെന്താണ് ഇത്ര വില. ഇതിന്റെ അണ്ടി വില നാട്ടിൽ പോകുമ്പോൾ കുഴിച്ചിട്ടായിരുന്നു അല്ലേ? എന്നാ കിളുക്കല്ലേ നമ്മുടെ നാട്ടിൽ കൊണ്ട് കുഴിച്ചിട്ട നമ്മുടെ സ്ഥലം പറയോ? സോറി, കൊളംബിയയുടെ അണ്ടി ഇവിടെ കിളുക്കാൻ പറ്റിയതൊന്നും. സോറി, ഇവിടെ നാടൻ അണ്ടി മാത്രമേ കിളുക്കുള്ളൂ. കൊളംബിയയുടെ അണ്ടി ഇവിടെ കിളുക്കലെന്ന് പറയും. ഇല്ലല്ലോ, കിളിപ്പിച്ച് നോക്കണം. ജസ്റ്റ് കഴിഞ്ഞ ആവശ്യം കൊടുത്തൊക്കെ അഭിത്തിയുടെ സൈഡ് ചാരിപ്പുണ്ട്, കൊടുത്തു നോക്കാം. നമ്മുടെ നാട്ടില് ചെറുപ്പത്തില് നമ്മുടെ നാട്ടില് ഒരാള് പേരയ്ക്ക മാങ്ങ ഉണ്ടായിരുന്നേ. ഭയങ്കര വലുതാ. ഇങ്ങനെ ചെത്തുമ്പോ ഞങ്ങള് പ്രാർത്ഥിക്കും. ഇങ്ങനെ നോക്കുമ്പോ ഒരു കുഴപ്പമില്ല. പൂളി ഇങ്ങനെ നോക്കുമ്പോ നിറച്ച് പുഴു. ഞങ്ങള് സൺഡേ സ്കൂളിൽ വേദാട ഇത് പഠിക്കില്ല, നമ്മൾ ആതുർബാനയ്ക്ക് പഠിക്കുകയല്ലേ. ആതുർബാനയ്ക്ക് പഠിക്കുമ്പോ മഠത്തിന് മുറ്റം നിറച്ചും പേരയ്ക്കാൻ മാങ്ങി. ഇങ്ങനത്തെ എന്നാ മണം എന്നറിയാം. എന്നിട്ട് സിസ്റ്റർ ഞങ്ങൾ പറയും ബ്രേക്കിന് എല്ലാരും പോയി മാങ്ങ, മഠത്തിലായിരിക്കുമല്ലോ ആതുർബാന പഠിക്കുന്നത്, എല്ലാരും പോയി മാങ്ങ പറിക്കൊണ്ട് വരാൻ പറയേ. ഞങ്ങളെല്ലാം പോയി മാങ്ങ പറിക്കും. സിസ്റ്റർ പറയും നിങ്ങളുടെയൊക്കെ മനസ്സ് പോലെ ആ മാങ്ങാന്ന്. എല്ലാരുടെയും ചെത്തും, ഓരോരുത്തരുടെ എത്തും. ഞാൻ നോക്കുമ്പോ എന്റെ പുഴുവിന്റെ കുത്താട്ട് അടുത്ത ലിരോപ്പനായിരിക്കും. അവന് അതിനേക്കാളും കുത്ത്. സത്യം പറഞ്ഞ മനസ്സ് നല്ലുള്ള ഒരുത്തരുടെ മഠത്തിലെ പറമ്പിലെ മാങ്ങായ്ക്കകത്ത് മൊത്തം പുഴുവുള്ളത് ഞങ്ങളുടെ മനസ്സെല്ലാം പഠിച്ചു. എല്ലാവരുടെയും മാങ്ങായ്ക്കകത്ത് പുഴുവായിരിക്കും. ഒരു സിസ്റ്റർ ഞങ്ങളോട് പറയും നിങ്ങളുടെയൊക്കെ മനസ്സ് പോലെ നീ മാങ്ങയുടെ അകം പ്രാർത്ഥിച്ചോളാൻ. ഇടും. അടിപൊളി കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ടേസ്റ്റ് ഉണ്ടോ? ജസ്റ്റ് പച്ചമാങ്ങയാണോ കഴിക്കുന്നേ? ആ പഴുത്ത കൂടെ കഴിക്കേ. അതെന്നാ